ആലപ്പനങ്ങാട് സാഹിബ് മഹൽ വെൽഫെയർ അസോസിയേഷനും തൗബ മജ്ലിസും വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടിയുടെ ഭാഗമായി ഹിമായ പാഠ്യപദ്ധതിയുടെ സമാരംഭവും മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. തൗബ മജ്ലിസിൻ്റെ വേദിയിൽ മഹൽ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ജമാൽ പൂവത്തങ്കടവിൽ അധ്യക്ഷത വഹിച്ചു. സാഹിബ് മഹൽ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം അസഹറുദ്ദീൻ ഹുദവി പ്രാർത്ഥന നടത്തി. സാഹിബ് മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് മിദ്ലാജ് ഫാളിൽ ജലാലി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കായുള്ള ഹിമായ പാഠ്യപദ്ധതി വിശദീകരണവും ചടങ്ങിൽ അസ്റുദ്ദീൻ ഹുദവി നിർവഹിച്ചു. തൗബ മജ്ലിസിന് അനിവർ മുഹിയുദ്ദീൻ ഹുദവി നേതൃത്വം നൽകി. മഹൽ വെൽഫെയർ സെക്രട്ടറി സൈഫുദ്ദീൻ തേപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മഹൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കണ്ണാങ്കുളം, മഹൽ സെക്രട്ടറി അഷ്റഫ് ലാംസി, ട്രഷറർ ഹമീദ് വൈപ്പിപ്പാടത്ത്, നൌഷാദ് ചളിങ്ങാട്, ബുഹാരി കറുപ്പംവീട്ടിൽ, അഷ്റഫ് വിളക്ക് പറമ്പിൽ, റാഫി കൂട്ടുങ്ങൽ, മനാഫ് പൂവാലിപ്പറമ്പിൽ, സിദ്ദിഖ് ചൂളക്കടവിൽ, കോർഡിനേറ്റർ അമീർ പുതുപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. യൂസഫ് കുര്യാപ്പുള്ളി ചടങ്ങിൽ നന്ദി പറഞ്ഞു. അതിൻ്റെ കാരണത്വം നടത്തി പോന്നിരുന്നത് മഹൽ വെൽഫെയർ തന്നെയാണ്. അതിനിടെ ഒരിക്കൽ മാത്രം സമവാക്യത്തിൽ എല്ലാവർക്കും കൂടിയുള്ള കമ്മിറ്റി ഉണ്ടായിരുന്നു. അതാത് കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും മഹലിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മഹലിലെ വികസനം മുൻകൂട്ടി കണ്ട് നമ്മളോരോ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ മഹൽ പരിപാലന സമയത്ത് മഹലിലെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച മഹൽ വെൽഫെയർ വെച്ച പദ്ധതിയാണ് വൈറ്റുനോർ പാർപ്പിട പദ്ധതി. അൽഹംദുലില്ലാ സർവശക്തന്റെ കാരുണ്യം കൊണ്ട് പ്രസ്തുത പരിപാടി നമ്മുടെ 6ാമത്തെ വീടിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിശ്ചാത റമദാന് ശേഷം ആ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് 2ാം ഘട്ടം എന്ന നിലയിൽ നമ്മളെടുത്ത പദ്ധതി മഹൽ കമ്മിറ്റി ആലോചിച്ച് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ മഹലിലെ ഭവനരഹിത ഇല്ലാത്ത മഹലിലായി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം വരെ ഈ പദ്ധതി തുടർന്നു. ശരിക്കും നമ്മൾ അള്ളാഹിനോട് എന്താണ് ഈ ചോദിക്കുന്നത് നമ്മൾ അറിയാറുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ആലോചന. അറിയാറുണ്ടോ? ഒരു നിസ്കാരം കഴിയുമ്പോഴേക്ക് അള്ളാഹിനോട് എന്തൊക്കെ നമ്മൾ തേടുന്നുണ്ട്. ഒരു നിസ്കാരം കഴിയുമ്പോൾ ആ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നോ അതിനേക്കാളും ഉയർന്ന ഒരു പദവിയിലേക്ക് ആ നിസ്കാരം കഴിഞ്ഞാൽ അവൻ ഉയർത്തപ്പെടണം എന്നുള്ളതാണ്. എന്താ കാര്യം? ഒരു വുളൂ ചെയ്യുമ്പോൾ തന്നെ അവന് സംഭവിക്കണ മാറ്റം എന്താണെന്ന് അറിയും. ആ വുളൂ ആയിരിക്കും. എന്താ സംഭവിക്കണത്? ഓരോ അവയവങ്ങളിലെയും അവസാനത്തെ തുള്ളി അങ്ങ് താഴേക്ക് വീഴുന്നതോടെ ആ അവയവങ്ങൾ കൊണ്ടുള്ള എല്ലാ ദോഷങ്ങളെയും അല്ലാഹു മാപ്പാക്കി കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ചില മഹാന്മാരുടെ കറാമത്തുകൾ കാണാൻ കഴിയും. അവർ ചിലപ്പോ ഈ ഒന്നു ചെയ്യുന്ന വെള്ളത്തിലേക്ക് നോക്കിയാൽ മനുഷ്യന്മാർ ചെയ്ത ദോഷങ്ങൾ ഇങ്ങനെ അവർക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിരുന്നു എന്നാണ്. ഒരു തമാശക്ക് കാണിച്ചു കൊടുക്കുകയല്ല, ഓരോ മനുഷ്യരെയും അറിഞ്ഞ് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരെ നന്നാക്കി എടുക്കുന്ന മഹാന്മാർക്ക് അള്ളാഹു ചിലപ്പോൾ എങ്ങനെയാണ് ഈ തെറ്റുകൾ കാണിച്ചു കൊടുത്തിരുന്നത്. വുളൂ ചെയ്യുന്ന വെള്ളത്തിൽ അവരുടെ തെറ്റുകൾ കാണാൻ കഴിയും. പക്ഷെ ആ വുളൂ നമ്മൾ അറിയാറുണ്ടോ? നമ്മൾ അതൊരു യാന്ത്രികമായി, ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കല്ല, ആക്ഷേപമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഉണർത്തലാണ്. അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന വജ്അൽനീ മിനൽ മുതതഹിരീന വജ്അൽനീ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഒരു വുളൂ ചെയ്തു കഴിഞ്ഞാൽ ആ വുളൂവിന് ശേഷം ഒരു തൗബ, അല്ലാഹുവിന്